السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. صدق الله مولانا العلي العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. മനോഹരമായ ഏറെ ആഹ്ലാദകരമായ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സമസ്ത കേരള കേന്ദ്ര മുഷാവറ അംഗം, ഒപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയായ ബഹുമാന്യനായ ഹസൻ ഫൈലി, ബഹുമാന്യനായ അബൂബക്കർ ഫൈലി, ടി എസ് അബൂബക്കർ സാഹിബ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സ്നേഹധന്യരായ സഹോദരന്മാർ, സഹോദരിമാർ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം ഗാന്ധി ജയന്തിയോടനുബന്ധമായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ 170ഓളം വരുന്ന സഹചാരി സെന്ററുകൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്ദ്യരായ തങ്ങളുടെ പ്രത്യേകമായ സമയം മാനിച്ചുകൊണ്ട് കളമശ്ശേരി മേഖലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെയും സംഘടിപ്പിച്ചത്. ഞാനെൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും മനോഹരമായ ഒരു പക്ഷേ സംസ്ഥാനത്തെ തന്നെ വിപുലമായ തരത്തിലൊരു ഉദ്ഘാടന പരിപാടിയാണ് കളമശ്ശേരി മേഖലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ അർത്ഥത്തിലുള്ള പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സ്ഥാപക അധ്യക്ഷനല്ലെങ്കിൽ കൂടി അതിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ എന്ന നിലയിൽ സംഘടനയുടെ ജീവത്തായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓജസ്സു നൽകിയ ഒരു മഹാമനുഷ്യനാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോയ വന്ദ്യരായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. സംഘടനയുടെ ഊർജപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യതയായി ഞാൻ മനസ്സിലാക്കുന്നത്. സമർക്കന്ത് എന്ന മഹാസമ്മേളനത്തിന്റെ വിജയശില്പിയും വന്ദ്യരായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. തങ്ങൾ വളരെ ആഹ്ലാദത്തോടുകൂടെയാണ് നമ്മുടെ ഈ സദസ്സിൽ നിന്ന് പോകുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ മഹാനായ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ടൊരു 10-15 കൊല്ലം എന്തിനാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിന്റെ കർമ്മഫലം വളരെ മനോഹരമായി കാണാൻ സാധ്യമാകുന്നു എന്നതാണ് ഈ മേഖലാ കമ്മിറ്റിയുടെ പരിപാടിയിൽ തങ്ങൾ പ്രത്യേകം പറഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നല്ലതു ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. SKSSF
ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പരിമിതിക്കപ്പുറത്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ. സാധാരണ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടു നിൽക്കുകയാണ് സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെയ്യാറുള്ളത്. ഒരുപക്ഷെ അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന തെരുവ് യുദ്ധങ്ങളിലൊന്നും SKSSF-നെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും മനോഹരമായ ചില വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിപ്പോകാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും സാധ്യമാകാത്തതോ അല്ലെങ്കിൽ അവകാശപ്പെടാനോ കഴിയാത്ത വിധം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്നതാണ് 3 IAS-കാർ. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പുരസ്കാരം നേടാൻ മാത്രം കേമന്മാരായ IAS-കാർ ഉണ്ടായത് SKSSF-ലൂടെയാണ്. IAS ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം വലിയ യോഗ്യത ഉണ്ടായി എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക്, രാഷ്ട്ര നിർമ്മാണത്തിന് ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. ഇവിടെ ബഹുമാന്യനായ കബീർ സാഹിബ് സൂചിപ്പിച്ച പോലെ ഇസ്ലാമിനെ കുറിച്ച് വലിയ അർത്ഥത്തിലുള്ള ഒരു വലിയ തെറ്റുധാരണകൾ നിലനിൽക്കുകയാണ്. പക്ഷേ SKSSF ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ തീവ്രവാദികളായി പോകുമോ എന്ന് ശങ്കിച്ച കാലത്ത്, നമ്മുടെ കുട്ടികൾ ലഹരിയുടെയും മദ്യത്തിന്റെയും അടിമകളായ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമോ എന്ന് ശങ്കിക്കുന്ന കാലത്ത്, ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഈ കാലമത്രയും SKSSF ചെയ്തത് തീവ്രവാദ വിരുദ്ധമായ മനസ്സുണ്ടാക്കുകയും ഒരധർമ്മ പ്രവർത്തനത്തിനും അവരെ വിട്ടുകൊടുക്കാത്ത വിധം അവരെ സജീവമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുക എന്നതായിരുന്നു SKSSF ചെയ്തത്. അതാണ് SKSSF-നെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഇങ്ങനൊരു അടയാളപ്പെടുത്തൽ നടത്തുന്നത്. ഒരു ഭാഗത്ത് തീവ്രമായ ചിന്തകൾ വളർന്ന സമയങ്ങളിലെല്ലാം SKSSF പറഞ്ഞു അത് അപകടമാണ്. 1990-കളിലാണ് കേരളത്തിലെമ്പാടും ഗ്രാമാന്തരങ്ങളിൽ ചെറുപ്പക്കാരുടെ മനസ്സുകളെ വിക്ഷുബ്ധമാക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങൾ നടന്ന കാലമുണ്ട്. ഞാൻ ആ പ്രസംഗങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ ആ മഹാധ്വനി കടന്നുപോയിരുന്നു. അന്നൊക്കെ അതിനെതിരെ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞാൽ അതോടുകൂടെ ഒലിച്ചു പോകുമോ എന്ന് ഭയക്കുന്ന വിധത്തിലായിരുന്നു ആ പ്രളയം. അതിന്റെ ഇടയിൽ സംഘടന എന്ന പേരിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്ന സമയമാണ് SKSSF. എന്തുകൊണ്ടെന്നാൽ 1989-ലുണ്ടായ ചില നിമിത്തങ്ങളാണ് SKSSF-ന്റെ പിറവിക്ക് കാരണമായത്. 90-കളുടെ ഈ ശക്തമായ മലവെള്ളപ്പാച്ചിലിന്റെ മുമ്പിൽ തെറ്റാണ് നിങ്ങളുടെ സമീപനമെന്ന് ഉറക്കെ പറയാൻ സാധ്യമായ സംഘടന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. ഈ തീവ്രവാദം കൊണ്ട് സമുദായത്തിന് ഒന്നും ലഭ്യമാകില്ല എന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞത്. അന്ന് SKSSF ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യമുണ്ട്, IAS ആണ് ISS അല്ല വേണ്ടത് എന്നായിരുന്നു. ഞാൻ ആ പറഞ്ഞത് മുഴുവനും നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകുമല്ലോ, അതുകൊണ്ട് സൂചിപ്പിക്കുന്നു. IAS ആണ് വേണ്ടത് എന്ന് പറയുന്നിടത്ത് ജനാധിപത്യ സംവിധാനത്തിന്റെ കൂടെ നിന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്നതിനപ്പുറം ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന തീവ്രവാദത്തിന്റെ വഴി സ്വീകരിക്കുക വഴി സ്വയം നശിക്കുകയാണ് ഒരു സമുദായം ചെയ്യുക എന്ന് പറയാൻ അന്ന് 1989-ൽ പിറന്ന 90-കളിൽ ജീവിക്കുന്ന സംഘടനക്ക് സാധിച്ചു. അതിന്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിരുന്നു അന്ന് തന്നെ. ഇന്ന് SKSSF-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 IAS-കാരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ന് 300ഓളം വിദ്യാർത്ഥികളെ ആ അർത്ഥത്തിൽ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിരന്തരം പരിശീലിപ്പിക്കുകയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടതായ ഒരു പരിപാടി അതങ്ങനെ നടക്കുന്നു. മറുഭാഗത്ത് ആശയപരമായി സമുദായത്തിന്റെ ആശയപരമായ സംരക്ഷണത്തിന്റെ കാര്യത്തിലോ വളരെ ശക്തമായി തന്നെ നമ്മൾ നിൽക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ആശയങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായ സമരമുഖത്ത് നിൽക്കുന്നത് SKSSF-ആണ്. അതിനുവേണ്ടി മാത്രമായി ഇസ്തിഖാമ എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കുകയും ആ രീതിയിൽ ശക്തമായ ആശയ പ്രചരണ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടാകും.
ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ, ആ വിഷയത്തിൽ ഞാൻ അങ്ങനെ പോകാൻ തുനിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അത്ര സൂചനകൾ മാത്രമാണ് നൽകുന്നത്. കാരണം ആശയ പ്രചരണ രംഗത്തും ആദർശ പ്രചരണ രംഗത്തും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ വളരെ ധീരമായി ഇടപെട്ടിട്ടുണ്ട്. ഈ വിങ്ങിനെ, ഈ ചെറുപ്പക്കാരെ സന്നദ്ധ വിഭാഗം എന്ന നിലയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതിന്റെ ഫലമായിരുന്നു നേരത്തെ ഉണ്ടാവുകയും പിന്നെ അതിനുശേഷം കഴിഞ്ഞ സമർക്കന്ത് സമ്മേളനത്തിൽ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പ്രഗത്ഭനായ ശ്രീ ഉമ്മൻചാണ്ടി പ്രത്യേകമായി ലോഞ്ച് ചെയ്യുകയും ചെയ്ത 25,000 വളണ്ടിയർമാർ എന്ന നിലക്ക് 25,000 വിഖായ മെമ്പർമാരെ കേരളത്തിലെ സമൂഹത്തിൽ നാം സമർപ്പിച്ചു. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ കേവല സമർപ്പണങ്ങളിൽ ഒതുങ്ങി നിന്നില്ല. അത് ആ വർഷം തന്നെ നടന്ന ഹജ്ജ് ഒരു ദുരന്തം പോലെ നമുക്ക് കേൾക്കേണ്ടി വന്ന പല സംഭവങ്ങളും ഉണ്ടായി. കഅബത്തു ശരീഫയുടെ തൊട്ടുമുമ്പിലുള്ള ക്രെയിൻ പൊട്ടിച്ചാടി, അവിടെ ഉണ്ടായ ഒരു ദുരന്തം. ശേഷം പിന്നീട് നടന്ന മിനയുമായി ബന്ധപ്പെട്ടുള്ള കല്ലേറുമായി ബന്ധപ്പെട്ടുണ്ടായ തിരക്കുകൾക്കിടയിലുണ്ടായ വലിയ ദുരന്തങ്ങൾ. അന്ന് സൗദി ഭരണകൂടം പോലും ഏറ്റവും കൂടുതൽ പ്രശംസിച്ചത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ വിഖായ പ്രവർത്തകരെയാണ്. സൗദി ഗവൺമെന്റിന്റെ പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് തന്നെ, അതായത് ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് തന്നെ വിഖായ പ്രവർത്തകരെ തേടിയെത്തുന്ന വിധം ഒരൊറ്റ കൊല്ലം കൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ വിഖായയുടെ പ്രവർത്തകർ ലോകശ്രദ്ധ നേടി. ഇന്ന് ഖത്തറിൽ, ദുബൈയിൽ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഖായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സഹചാരിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ വിഖായയുടെ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ സഹചാരി സെന്റർ ഉണ്ടാക്കിയത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണേണ്ടത്, സഹചാരി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രവർത്തന ഭാഗതയും തന്നെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ നടത്തി. അൽഹംദുലില്ലാ, കഴിഞ്ഞ 9 കൊല്ലം മുമ്പ് സഹചാരി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഏറെ വലിയ സഹായമാണ് SKSFന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ജനങ്ങൾ നൽകുന്നത്. അങ്ങോട്ട് തിരിച്ചും, അതായത് അന്ന് കേവലം 8 ലക്ഷം രൂപ പിരിഞ്ഞിടുന്നിടത്തു നിന്ന് ഇന്ന് 75 ലക്ഷം രൂപ കഴിഞ്ഞ റമദാനിൽ പിരിക്കുകയും ഈ രണ്ടാമത് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ കൂടി പിരിക്കുകയും ചെയ്യുമ്പോൾ 1 കോടിയോളം രൂപ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സഹചാരി ഫണ്ടിലെത്തുകയാണ്. പക്ഷേ അത് ഞങ്ങൾ കച്ചവടം ചെയ്യല്ല, മറിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമാകുന്ന തോതിൽ കൃത്യമായ അന്വേഷണങ്ങൾക്ക് വിധേയമായി അവരെ 10,000-ഉം 15,000-ഉം 20,000-ഉം കൊടുത്ത് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സഹചാരി. അതിനെ ഒന്നുകൂടി വിപുലപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടിയും കൂടി ചെയ്തത്. കേരളത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും ഇൻഷാ അല്ലാഹ് സഹചാരിയുടെ സെന്റർ തുറക്കുന്നു. സഹചാരി സെന്റർ വരുന്നതോടുകൂടെ ജനങ്ങളുടെ സഹായം, അതായത് ജനങ്ങളുടെ ഏത് കാര്യങ്ങളുടെ സഹായം കേവല ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സഹചാരി പ്രവർത്തനം. നിയമസഹായങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഇസ്ലാമിക് സെന്ററിനെ സമീപിക്കാനാവും. നിങ്ങൾക്കൊരു അപേക്ഷ എഴുതണമെന്ന് വന്നാൽ അതിനുവരെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മൾ അവരെ പരിശീലിപ്പിക്കുകയാണ്. ഇത് വളർന്നാൽ ഇൻഷാ അല്ലാഹ് എറണാകുളം ജില്ലയെ ഒരു മോഡലാക്കി കൊണ്ടുവന്നാൽ 100ഓളം റോഡ് ആക്സിഡന്റുകൾക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന വാളണ്ടിയർമാരെ നിരത്തിൽ നിർത്തി അതുവഴി ദുരന്ത മേഖലകൾ മുഴുവനും സഹായഹസ്തവുമായി ചെല്ലുന്ന മാലാഖമാരെ പോലെ വിഖായയുടെ പ്രവർത്തകരെ രൂപീകരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എറണാകുളം ജില്ലയിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ ചർച്ചകളുടെ ഭാഗമായി ശരിക്കു പറഞ്ഞാൽ ബഹ്റൈൻ സമസ്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ ചില സഹായങ്ങൾ ചെയ്തു തരാമെന്ന് കൂടി ഏറ്റിട്ടുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം എറണാകുളം ജില്ലാ കമ്മിറ്റി അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്നൊരു മോഡൽ തുടങ്ങും. വേറൊന്നിനും വേണ്ടിയല്ല, സംഘടനാ പ്രവർത്തനത്തിന് വലിപ്പം പറയാനല്ല. ഈ പ്രവർത്തനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹവും അവന്റെ പ്രതിഫലാർഹമാം വിധമുള്ള സ്വീകരണവുമാണ്. എന്തുകൊണ്ടെന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കപ്പെട്ടത്, വമൻ അഹബ്ബുൻ നാസി ഇലല്ലാഹ്, ആരാണ് നബിയെ അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ടയാൾ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വന്നത് അഹബ്ബുന്നാസ് അൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാരോ അയാളാണ്. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നയാൾ, അതാണ് ബഹുമാന്യനായ തങ്ങൾ സൂചിപ്പിച്ചത്. ഞാൻ എന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട സഹോദരന്റെ പ്രശ്നപരിഹാരാർത്ഥം ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ പോകലാകുന്നു എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം,
ഏതാണ് എന്റെ പള്ളി? മദീനയിലെ പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ മസ്ജിദുൻ നബവിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1000 റക്അത്തിന്റെ പ്രതിഫലം ലഭ്യമാകുമെന്ന് പറയുന്ന അത്രമേൽ പ്രാധാന്യമുള്ള പള്ളിയിൽ, ആ പള്ളിയിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അവിടെ ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പിന്നാലെ പോയി അയാളുടെ പ്രശ്നം പരിഹരിക്കലാകുന്നു എന്ന് സയ്യിദുനാ റസൂൽ. അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിനേക്കാൾ വലിയ കൂലി കിട്ടുന്നുവെന്ന് സാരം. നോക്കൂ, നിങ്ങൾ സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിനെ പഠിക്കണം. വിശുദ്ധ ഖുർആൻ നിരന്തരമായി പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. മനുഷ്യന് വേണ്ടിയാണ് നിങ്ങളെ തന്നെ പുറപ്പെടുവിപ്പിച്ചത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട സമൂഹമാകുന്നു ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനങ്ങളുടെ ഭീതി അകറ്റാൻ കഴിയുന്ന വിധം, അവന് സുരക്ഷ നൽകാൻ കഴിയുന്ന വിധം, അവന് ഇഹ്സാൻ ചെയ്യുന്ന വിധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ 3 അടിസ്ഥാനപരമായ ആശയങ്ങളുടെ നാമധേയം തന്നെ എങ്ങനെയാണ്? ഒന്ന് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിൽം എന്ന ധാതുവിൽ നിന്നാണ്, സമാധാനം. ഇസ്ലാം സമാധാനം ഉണ്ടാക്കലാണ്, സമാധാനം ഉണ്ടാക്കലാണ്. മറ്റൊന്ന് ഈമാൻ, അമ്ന് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ്, നിർഭയത്വം, നിർഭയത്വം ഉണ്ടാക്കലാണ്. മറ്റൊന്ന് ഇഹ്സാൻ, നന്മ ചെയ്യലാണ്, ആ നന്മ ഉണ്ടാക്കലാണ്. നോക്കൂ, മൂന്നിന്റെ വേറെ ആന്തരികാർത്ഥങ്ങൾ ഇല്ലെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് എന്താണ്? ഒന്ന് സമാധാന സ്ഥാപനം, മറ്റൊന്ന് നിർഭയത്വം ഉണ്ടാക്കൽ, മറ്റൊന്ന് ഇഹ്സാൻ, നന്മ ചെയ്യാൻ സാധ്യത. ആ നന്മ ചെയ്യുന്നതിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത്, സഹോദരൻ ഇഷ്ടപ്പെടുന്നത് പോലെ നിനക്ക് സ്വയം നിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ ആ ഇഷ്ടങ്ങൾ നിന്റെ സഹോദരനും കൂടി ഇഷ്ടപ്പെടുന്നത് വരെ വിശ്വാസിയാകാൻ കഴിയില്ലെന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏതാളാണ് എന്ന് നിശ്ചയിച്ചിട്ടില്ല. സത്യവിശ്വാസിയായ ആളുകൾക്ക് പ്രത്യേകം ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഏതു മനുഷ്യനും എന്നല്ല, ഇസ്ലാമിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിരു നിശ്ചയിച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ തർഹമു, നിങ്ങളാരും ലൻ തുഅ്മിനു ഹത്താ തർഹമു, നിങ്ങളാരും കരുണ ചെയ്യുന്നത് വരെ നിങ്ങളാരും മുഅ്മിനീങ്ങളാവില്ല. അത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാം കരുണ ചെയ്യുന്നവരല്ലയോ നബിയെ? അങ്ങന്തേ പിന്നെ ഉദ്ദേശിച്ചത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വന്നത് ഇങ്ങനെയാണ്, ഇന്നഹു ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബഹു, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ചെയ്യുന്ന കാരുണ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലാകിൻ റഹ്മത്തുൽ ലില്ലാം, സകലതിനോടും ചെയ്യുന്ന കാരുണ്യം, എല്ലാത്തിനോടും ചെയ്യുന്ന കാരുണ്യം. അതിന് മനുഷ്യനെന്ന് പോലും വകതിരിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ലില്ലാം, സകലതിനോടും ചെയ്യുന്ന കാരുണ്യം. ഒരു ചെടി നട്ടാൽ ഈ ഭൂമിയെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കാനാകുമെന്ന് പറഞ്ഞത് ആധുനിക പരിസ്ഥിതി ശാസ്ത്ര സംബന്ധിയായ പഠനങ്ങൾക്ക് ഗവേഷണ പുസ്തകങ്ങൾ എഴുതി വച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഗവേഷണ പണ്ഡിതനൊന്നുമല്ല, മറിച്ച് 1400 കൊല്ലം മുമ്പ് വന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി നട്ടുകൊള്ളണേ. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി നട്ടുകൊള്ളണേ. എന്തിനെന്നോ, ആ ചെടി മതി ഒരു പുതുയുഗം തുറക്കാൻ എന്ന് മുഹമ്മദ് റസൂൽ. فإذا سمعتم بالدجال وفي يد أحدكم فسيلة فليغرسها ألا إن للناس عيشا بعده എന്ന് സയ്യിദുനാ റസൂൽ. നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ, അതായത് അന്ത്യനാൾ അടുത്തു എന്ന് കേട്ടാൽ, അവസാനമായിരിക്കുന്നു എന്നറിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ടെങ്കിൽ ഫൽയഗ്രിസ്ഹാ, അത് കൊണ്ടുപോയി നടട്ടെ. അത് നട്ടാൽ അലാ ഇന്ന ലിന്നാസി ഐശൻ ബഅദഹു, ശേഷം ഒരു ജനതയ്ക്കു ജീവിക്കാൻ അത് മതിയാകുമെന്ന് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ റോഡാകെ നടന്ന് ചെടി നടന്ന് ലോകത്തെ മുഴുവൻ സംഘടനകളും
ഐക്യരാഷ്ട്രസഭയും നിരന്തരം പാസാക്കി വിടുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ എത്രയോ നൂറ്റാണ്ട് മുമ്പ് പറയുന്നു, നിങ്ങൾ ഒരു ചെടി നടുമ്പോ ആ ചെടി കൊണ്ട് ഈ ഭൂമിയെ ജീവിപ്പിക്കാൻ സാധ്യമാകുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, നമ്മൾ ഗ്രീൻ ക്ലബ്ബ് തുടങ്ങാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ഗ്രീൻ ക്ലബ്ബ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ പച്ചക്കറി ജൈവ കൃഷി കൂടുതൽ വികസിപ്പിക്കാനുള്ള പ്രോത്സാഹനങ്ങൾക്ക് SKSF ഒരു കൈത്താങ്ങുണ്ടാകാൻ പോവുകയാണ്. കേരളത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടി നാം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രശോഭിതമായി നിൽക്കുന്ന ഒരു വികസിതമായ ഒരു റേഞ്ച് നിങ്ങൾക്ക് കാണാനാവും. കേവലം ഒരു വിദ്യാർത്ഥി സംഘടനയല്ല അത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രം ഒതുങ്ങാമായിരുന്നു. ഇനി ഒരു മതവിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ ആശയപരമായ കാര്യങ്ങൾ മാത്രം ഒതുങ്ങാമായിരുന്നു. അല്ല, മറിച്ച് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നു എന്ന് മാത്രമല്ല, ഒരു സമൂഹത്തെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനെതിരായി യുവസുഹൃത്തുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നാം പറയുന്നു, നാം ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന മതേതര ജനാധിപത്യ സംവിധാനമുള്ള ഒരു സമൂഹമാകണം. അങ്ങനെ പറയാൻ SKSF-നല്ലാതെ ആർക്കാ സാധിച്ചത്? ഇനി ആർക്കത്ര ധൈര്യം ഉണ്ടാവുക? ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പൊ കേരളത്തിലെ ഈ പുതിയ അന്തരീക്ഷത്തിൽ പലർക്കും പലതും പറയാൻ പേടിയാണ്. പക്ഷെ SKSF-ന് ഒന്നും പറയാൻ പേടിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും മതതീവ്രവാദത്തിന്റെ ശങ്ക SKSF-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് പോലും ബാധിച്ചിട്ടില്ല. അള്ളാഹു നിലനിർത്തുമാറാണ്. അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. എന്താണ് മതമെന്ന് പഠിപ്പിച്ചു കൊടുത്തു അവർക്ക്. എവിടെയാണ് മതം? ഇവിടെ ബഹുമാന്യനായ കബീർ സാഹിബ് സൂചിപ്പിച്ച പോലെ ഒരു കാര്യം സൂചിപ്പിക്കാം. മതം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതിനെ ജീവിതമാക്കി കാണിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വരണം. അതായത് വ്യക്തിയുടെ വിശുദ്ധിയിലൂടെയാകണം ഇസ്ലാമിനെ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകരോട് തന്നെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവശ്യപ്പെട്ടത്, നബിയെ താങ്കൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ വിശുദ്ധമായ പാന്താവിനെ പിന്തുടരണം. ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹും യഖ്തദി. ആ വിഭാഗം പ്രവാചകന്മാരെല്ലാം തന്നെ അള്ളാഹു പ്രത്യേകം ഹിദായത്ത് കൊടുത്ത ആളുകളാണ്. അതുകൊണ്ട് നബിയെ അവരുടെ പാന്താവിനെ തുടരണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, സ്വന്തം ടോർച്ചടിച്ച് നേരെ പോകണം എന്നാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു തരുന്നത് എന്താണ്? സ്വന്തം ടോർച്ചടിച്ച് പോയാൽ ചിലപ്പോൾ പിഴക്കും. പിന്നെന്തു വേണം? നേരത്തെ പോയവൻ എങ്ങനെ പോയി എന്ന് നോക്കണം. നേരത്തെ പോയവന്റെ പിന്നാലെ പോകണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കണം. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം ഫത്തബിഊ, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകണം. വലാ തത്തബിഉ സുബുല, മറ്റു വഴികൾ നിങ്ങൾ തേടിപ്പോകാൻ പാടില്ല. ഒരേ വഴി, ഒരേ രീതി, ഒരേ ശീലങ്ങളിലൂടെ തന്നെയാകണം ഇസ്ലാമിൽ കടന്നു വരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹു അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. നബിയെ, നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിന്തുടരണം. ഖുൽ ഇത്തബിഊ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തുടരണം. ഇബ്രാഹിം നബിയെ തുടർന്ന് വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബാക്കൾ തുടരുന്നു. സ്വഹാബാക്കളിലൂടെ താബിഉകൾ, അതായത് പ്രവാചകാനുയായികൾക്ക് ശേഷമുള്ളവർ അങ്ങനെ നിരന്തരമായി തുടരുന്നു. ഒരിക്കലും സ്വന്തം വ്യാഖ്യാനത്തിന് വിധേയമാക്കാൻ അവർ സമ്മതിച്ചില്ല. മറിച്ച് എന്തേ ചെയ്തത്? എല്ലാവരും നോക്കിയത് വിശുദ്ധമായ ചില ജീവിതങ്ങളിലേക്കാണ്. സ്വഹാബാക്കൾ തിരിഞ്ഞു നിന്നത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബാക്കൾ ചോദിച്ചത്, എന്താ നബിയുടെ സ്വഭാവം? ആയിഷക്ക് മറുപടി പറയാനുണ്ടായിരുന്ന ഒരൊറ്റ ഉത്തരം ഖുർആനാണ്. ഖുർആനിനെ ഇന്ന അധ്യായം പഠിക്കണം, ഇന്ന അധ്യായം പഠിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയല്ല ചെയ്തത്. അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശീലിപ്പിച്ചത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ പ്രമുഖരാരും സ്വഹാബാക്കളിൽ പ്രമുഖരല്ല. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളല്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഖുർആൻ മനഃപ്പാടമാക്കിയ ആളല്ല. പക്ഷെ അവരായിരുന്നു ശരി ശരിക്ക് തലയെക്കെട്ട് കൂടുന്നതായിരിക്കില്ല, കാരണം അപ്പൊ ചൂട് വന്നിട്ട് ഇങ്ങനെ പോകും. അതൊരു പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ലല്ലോ.
ഇനി അതിന് വേറെ വിമർശനം ഉണ്ടാവും, അതാ പ്രശ്നം. നമ്മുടെ ശാരീരിക പ്രശ്നമാണ്, ഞാൻ വേഗം കൂടുതൽ വേർക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം അതിന്റെ തുടർച്ചയിൽ തന്നെയാകുന്നു. ഖുർആനിനെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതമാക്കി കാണിച്ചു കൊടുത്തു. ഇന്നെന്താ സംഭവം? ഖുർആനെ ജീവിതമാക്കുകയല്ല, ഖുർആനിനെ ഇന്റർനെറ്റിൽ നിന്ന് പഠിക്കുകയാണ്. ഇസ്ലാമിനെ ഇന്റർനെറ്റിൽ നിന്ന് പഠിച്ചവൻ സംഭവിച്ചു പോയ ദുരന്തമാണ് കേരളത്തിലെ 20 പേർ നമ്മുടെ നാട്ടിൽ ജീവിക്കാനാവില്ല, അതുകൊണ്ട് ദമ്മാജിൽ ആടുമേക്കാൻ പോകണമെന്ന് തീരുമാനിച്ചത്. ദമ്മാജിൽ ആടുമേച്ചാലേ ഇസ്ലാം പൂർണ്ണമാകൂ എന്ന് തീരുമാനിക്കുന്നതിലെ പ്രധാന കാരണം അതേ വിഭാഗത്തിലെ തന്നെ ആളുകൾക്ക് പറയാനുണ്ട്, വ്യവസ്ഥാപിതമായ ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾക്ക് നിന്നുകൊടുക്കാത്ത ഒരു പറ്റം ചെറുപ്പക്കാരാണ് ദമ്മാജിലേക്ക് പോയത് എന്ന് അവർ തന്നെ ഇപ്പോ പറയുന്നു. വ്യവസ്ഥാപിത ഇസ്ലാം എവിടെ നിൽക്കുന്നു? വ്യവസ്ഥാപിത ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, മദ്ഹബുകളുടെ ഇമാമാകുന്ന ഇമാം ഷാഫിയും ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും റളിയല്ലാഹു തആല അൻഹും ഈ മഹാന്മാരിലൂടെ കടന്നു വന്ന ഇസ്ലാമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇസ്ലാമിനെ അല്ല, ലോകത്തെ ഏതു മതത്തെയും വ്യാഖ്യാനിക്കേണ്ടവർ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അതെന്തിനേയും അങ്ങനെയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലെ ഇത്തരം കുട്ടികൾ വ്യാഖ്യാനിക്കുന്ന ഒരായത്താണ് ഫഖ്തുലുഹും ഹൈസു സഖിഫ്തുമൂഹും. എവിടെ കണ്ടാലും അമുസ്ലിങ്ങളെ തട്ടിയേക്കണം. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കോണ്ടെക്സ്റ്റൽ സ്റ്റഡി എന്ന് പറയുന്നത് ഖുർആനിൽ എന്നല്ല, ലോകത്തെ ഏത് വിജ്ഞാന ശാഖകളുടെയും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത് യുദ്ധവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് മാത്രമാണെന്നല്ല, ആ യുദ്ധം പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു സമൂഹത്തിന് അനിവാര്യമായി വരുന്ന യുദ്ധങ്ങളിൽ പോലും തകർക്കപ്പെടാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നത്, ഒന്നാമത് അള്ളാഹു എണ്ണിയത് ക്ഷേത്രങ്ങളാണ്, രണ്ടാമത് അള്ളാഹു എണ്ണിയത് സിനഗോഗുകളാണ്, മൂന്നാമത് അള്ളാഹു എണ്ണിയത് ചർച്ചുകളാണ്, നാലാമതേ അള്ളാഹു എന്തു ചെയ്തിട്ടുള്ളൂ? മസ്ജിദുകളെ പറഞ്ഞിട്ടുള്ളൂ. ഫലൗലാ ദഫ്ഉല്ലാഹി الناس ബഅലഹും ബിബഅൽ, ഒരു ജനതയെ കൊണ്ടൊരു പ്രതിരോധം തീർക്കില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. അവിടെ തകർക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളായേനെ, അവിടെ തകർക്കപ്പെടുന്നത് ചർച്ചുകളായേനെ, അവിടെ തകർക്കപ്പെടുന്നത് സിനഗോഗുകൾ അഥവാ ജൂത ദേവാലയങ്ങളായി പോയേനെ, അവിടെ തകർക്കപ്പെടുന്നത് മസ്ജിദുകളാണ്, അള്ളാഹുവിന്റെ നാമം ഏറെ പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകളുമാകും എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അപ്പൊ ഇതൊന്നും തകർക്കപ്പെടാൻ പാടില്ലാത്ത വിധം ഒരു ബഹുസ്വരമായ സമൂഹം നിലനിൽക്കുന്നതിൽ അള്ളാഹുവിനെ എതിർപ്പില്ലെന്ന് മാത്രമല്ല, അത് നിലനിൽക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിൽ പോലും തന്റെ പ്രിയപ്പെട്ട സൈനിക സമൂഹത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടത്. നിങ്ങൾ പർണശാലകളിൽ ധ്യാനനിമഗ്നരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ സമാധാനപരമായ ധ്യാനാന്തരീക്ഷത്തിന് തകർച്ചയുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ പോകുന്ന വഴികളിൽ പാവപ്പെട്ട നിരപരാധികളായ വൃദ്ധന്മാരെ ആക്രമിച്ചേക്കരുത്, നിങ്ങൾ സ്ത്രീകളെ ഹനിക്കരുത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത്, നിങ്ങൾ സമാധാനം സ്ഥാപിക്കണം. യസ്റു വലാ തുഅസ്റു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എളുപ്പം ചെയ്യേണ്ടവരാണ്, നിങ്ങൾ അതിക്രമം ചെയ്യേണ്ടവരല്ല. നിങ്ങൾ ബശ്ശിറു വലാ തുനഫിറു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിറു, നിങ്ങൾ സന്തോഷം കാണിക്കുക, നിങ്ങൾ ആളുകൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്ക്, നിങ്ങൾ ആളുകളെ വിരട്ടിയോടിക്കരുത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈനിക സംഘങ്ങളിലെ സൈനിക സംഘങ്ങൾ പോകുമ്പോ നബി തിരുമേനി തന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ അതിന്റെ സൈന്യാധിപനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചിരുന്നു എന്ന് നാം ഹദീസുകളിൽ കാണുമ്പോ നമ്മൾ അറിയണം, ഒരു സ്ഥലത്തും സമാധാന ഭംഗമുണ്ടാക്കിയില്ല ഇസ്ലാം, ഒരു സ്ഥലത്തും. അവിടെയെല്ലാം ദീനിനൊരു പ്രത്യേകമായ രീതിയുണ്ട്. അവിടെയെല്ലാം സമാധാനം സ്ഥാപിക്കലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ലക്ഷ്യം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് അടർത്തിയെടുത്താൽ എന്തൊക്കെ പറയാം നമുക്ക്? ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ യുദ്ധം പറഞ്ഞിട്ടാണ്. അതെ, യുദ്ധം പറഞ്ഞിട്ടാണ്. അതായത് യുദ്ധം എങ്ങനെയുണ്ട് യുദ്ധം എന്ന് ചോദിച്ചിട്ടാണ്. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ യുദ്ധം ചോദിച്ചിട്ടല്ല. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം
അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലാഹു ഈ പഞ്ചസൂക്തങ്ങളാണ് അവതരിപ്പിച്ചത്. വായിക്കണം. സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങുന്ന ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ നാമധേയത്തിൽ വായിക്കണം. ഇഖ്റ വായിക്കണം. അങ്ങയുടെ നാഥൻ എത്ര ഉദാരനാണ്. അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ, അവൻ മനുഷ്യനറിയാത്തത് പഠിപ്പിച്ചു തന്നവനെന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം ചെയ്തു തരുന്നത് വായിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഭഗവത്ഗീത തുടങ്ങുന്നു തന്നെ നമ്മുടെ കുട്ടികളും പാണ്ഡവ മക്കളും രണ്ടുപേരും തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ എങ്ങനെ തുടങ്ങുന്നു യുദ്ധമെന്ന് ചോദിക്കുന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. പിന്നെ അതിന്റെ 1-ാം അധ്യായം വരുമ്പോ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അർജുനന്റെ വലിയ ആശങ്കകളാണ് അവിടെ മുഴുവൻ. ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ആരോടാണ്? കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹം വരസൂദന. ഞാൻ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? ഭീഷ്മരോടോ? ഞാൻ ദ്രോണാചാര്യരോട് യുദ്ധം ചെയ്യണോ? കാരണം അദ്ദേഹം എന്റെ ഗുരുവര്യനാണ്. ചരിത്രത്തിലെമ്പാടും ഗുരുവിനെ ആദരിക്കുക എന്നൊരു സംസ്കാരമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പശു നോട്ടക്കാരനെ ഗവേഷകൻ എന്ന് വിളിച്ചിട്ടാണ് ഗുരുവിനെ ആദരിച്ച വിദ്യാർത്ഥിയെ ഇന്ത്യ പരിചയപ്പെടുത്തിയത്. ഗവേഷകൻ എന്നതിന്റെ അർത്ഥം പശു നോട്ടക്കാരനാണ്, ഗോഈഷകനാണ് സത്യത്തിൽ ഗവേഷകൻ. നമ്മുടെ നാട്ടിൽ ഈ റിസർച്ച് ഫെലോസ് ഇല്ലേ, അവരെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഗവേഷകൻ, സത്യത്തിൽ അത് പശു നോട്ടക്കാരനാണ്. എന്തേ പശു നോട്ടക്കാരൻ? ഗുരുവിന്റെ ആശ്രമത്തിന്റെ പിന്നെ ആ വാടിയിൽ ആശ്രമ കവാടങ്ങളുടെ ഉള്ളിൽ പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളെയും കൂടി നോക്കി ഗുരുവിന്റെ പ്രീതി ലഭ്യമാകുന്ന വിധം ഗുരുത്വം കിട്ടിയ ശിഷ്യനാണ് നല്ല ശിഷ്യനാകൂ, അതുകൊണ്ട് ഗുരുവിനെ സേവിച്ചിട്ടും അത് നേടിയിരുന്നു എന്നാണ്. അപ്പൊ നോക്കൂ, ഇവിടെ അർജുനന്റെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭീഷ്മാചാര്യരെയും അതുപോലെ ദ്രോണാചാര്യരെയും കൊല്ലുക? ഗാണ്ഡീവം സംസദേ ഹസ്താദ്, എന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം താഴെ വീണു പോകുന്നു. നജ ശക്നോമ്യവസ്ഥാതും, പിടിച്ചു നിൽക്കാനാവുന്നില്ല, ഞാൻ ഇരുന്നു പോകുന്നു എന്ന് പറയുമ്പോഴാണ് ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നഹേതത്വയുപപദ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. ഈ മനോവേഷമൊക്കെ മാറ്റിവെച്ച് നീ മുന്നോട്ട് പോകണം, നീ യുദ്ധം ചെയ്യണം. ഈ ദൗർബല്യം മാറ്റിവെച്ച് യുദ്ധം ചെയ്യണം. നിരന്തരമായ യുദ്ധത്തിന്റെ കാരണങ്ങൾ, അതിനാവശ്യമാകുന്ന അർത്ഥത്തിലുള്ള തത്വശാസ്ത്രപരമായ സമീപനങ്ങൾ തുടങ്ങി വെക്കുന്നതാണ് ഭഗവത്ഗീത. പക്ഷെ ഞാൻ പറയില്ല ഭഗവത്ഗീത ഈ നാട്ടിൽ മുഴുവനും യുദ്ധഭീതി ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അതിനതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനതിന്റെ സന്ദർഭമുണ്ട്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഇസ്ലാം ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആയത്തുകളെ ഒരിക്കലും അനാവശ്യമായ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അതിനാവശ്യമാകുന്ന സന്ദർഭങ്ങളിലൂടെ അതിനെ വായിക്കാൻ കഴിയണം. അങ്ങനെ വായിക്കാതെ പോയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ കുട്ടികൾ പോയത്, ലോകാടിസ്ഥാനത്തിൽ പോലും പലപ്പോഴും തീവ്രവാദമുണ്ടായത്. ആ തീവ്രവാദത്തിന് ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായ ചില കാരണങ്ങളും കൂടിയുണ്ട്. ഞാൻ അത് സൂചിപ്പിക്കുന്നു. അതായത് സാമ്രാജ്യത്വ രാഷ്ട്രീയം കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിൽ തങ്ങളുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു പറ്റം മുസ്ലിം വിഭാഗത്തെ തങ്ങളോട് ചേർത്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിലുണ്ടായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സഊദുമായി കൂടുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രത്യേകമായ പിന്തുണയുണ്ടായത്. അബ്ദുൽ വഹാബ് യഥാർത്ഥത്തിൽ ചെയ്യ വഹാബിസം ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഛിദ്രതയുടെ തുടക്കമല്ല, അതിന്റെ ഒരു അനുസൂതിയിൽ വന്നു നിൽക്കുന്നു. ഖവാരിജുകൾ തുടങ്ങിയ അതേ പണി തന്നെയാണ് അബ്ദുൽ വഹാബും തുടങ്ങിയത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങിയത്. വഹാബിസത്തിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ആ ഛിദ്രത മുസ്ലിം ലോകത്തെ പ്രഗത്ഭരായ മഹാരഥന്മാരായ സഹാബാക്കളുടെ പോലും ഖബർ പൊളിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കട്ടത്. ഒന്നാമത്തെ ഖബർ മഹാനായ യസീദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ യമാമയിൽ ഷഹീദായ യസീദ് ബിൻ ഖത്താബിന്റെ ഖബറാണ് ആദ്യം പൊളിക്കുന്നത്. അത് പൊളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സൈന്യാധിപൻ അതിൽ മഴുവെക്കുമ്പോ പേടിച്ചിട്ട് എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ലെന്ന് പറയുമ്പോ മുഹമ്മദ്
ഇസ്ലാമിക നവോത്ഥാനം. കാരണം ഖബർ നവോത്ഥാനം മനസ്സിലാക്കി. ഓർമ്മകൾ ഒരു സമൂഹത്തിന്റെ ഊർജ്ജമാണെന്ന് എന്തുകൊണ്ട് വഹാബി പ്രസ്ഥാനം ആലോചിച്ചില്ല? ഓർമ്മകൾ ഒരു ജനതയുടെ മുന്നോട്ടുള്ള യാനത്തിന് പിന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ ഓർമ്മ മുദ്രകൾ വളരെ പ്രധാനപ്പെട്ട ഊർജ്ജമാണ്. അതുകൊണ്ടാണ് നമുക്ക് മുന്നേ പോയിരുന്ന മഹാരഥന്മാരുടെ മുമ്പിലൂടെ നമ്മളിങ്ങനെ ആലോചനകളിലൂടെ നടന്നു പോകുന്നത്. ആരാണ് അവിടെ മുമ്പിൽ നിൽക്കുന്നത്? മഹാനായ കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാർ, ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ. നാം ഓർമ്മ മുദ്രകൾ ഒരിക്കലും തകർത്തു കളയുന്നില്ല. SKSSFന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാർ ഇവിടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പാരമ്യം കണ്ടാണല്ലേ. ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല മഹാനായ കണ്ണീത്ത് ഉസ്താദ്. പക്ഷേ ആ കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലേക്ക് പോകാനുള്ള പാത വെട്ടിക്കൊടുത്തത്, ക്ഷേത്രമുറ്റത്തൂടെയുള്ള പാതയ്ക്ക് ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനമെടുത്തു. കണ്ണീത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ആളുകൾക്ക് കാറിൽ പോകാൻ സൗകര്യമുണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചു ആ നാട്ടിലെ ക്ഷേത്രമുറ്റത്തോടെ പോകുന്ന പാതയ്ക്ക് കുറച്ചുകൂടി വികാസമുണ്ടാക്കി കൊടുക്കാൻ ആ നാട്ടിലെ ഹൈന്ദവ സഹോദരൻ തീരുമാനിക്കുന്നു. ആരെങ്കിലും പറഞ്ഞോ കണ്ണീത്ത് ഉസ്താദ് എന്ന് പറയുന്ന കറാഹത്ത് പോലും ചെയ്യാത്ത ഈ വലിയ മനുഷ്യൻ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ലാത്ത ആളാണെന്ന്? മഹാനായ ശംസുൽ ഉലമ ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ലാത്ത ആളായിരുന്നുവെന്ന്? പോകട്ടെ, തൊപ്പി വച്ച് ശുഭ്രവസ്ത്രധാരിയായി സൗമ്യവദനവുമായി നമ്മുടെ മുമ്പിൽ മാത്രമല്ല ഒരു പുത്തിങ്കൽ പോലെ നിറപുഞ്ചിരിയുമായി 4 വസന്തങ്ങൾ തീർക്കുന്ന 4 പതിറ്റാണ്ടുകളായി കേരള മുസ്ലിം സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ നിൽക്കുന്ന മന്ദസ്മിതമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നബ്ബറല്ലാഹു മർഖദ. സ്വന്തം ഇസ്ലാമിക ജീവിതത്തിന്റെ വ്യതിരിക്തതകളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ സമ്മതമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങൾ വഫാത്താകുമ്പോ കേരളത്തിലെ പ്രമുഖനായ ഒരു ചാനൽ വായനക്കാരന് ശിഹാബ് തങ്ങൾ അന്തരിച്ചിരിക്കുന്നു എന്ന് പറയാൻ, ഒരു നിമിഷം തന്റെ ഗദ്ഗതമടക്കാൻ, കണ്ടമൊന്ന് ശരിയാക്കാൻ ഓഫീസിന്റെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോഴാണ് ആ മനുഷ്യൻ എത്രമേൽ ഈ സമൂഹത്തിന്റെ മനസ്സിൽ ഇടം തേടിയിരുന്നു എന്നറിയാൻ. പക്ഷെ ശിഹാബ് തങ്ങളുടെ സംസ്കൃതി, പൂക്കോയത്തങ്ങളുടെ സംസ്കൃതി, കണ്ണീത്ത് ഉസ്താദിന്റെ സംസ്കൃതി, അങ്ങ് പോയാൽ മഹാനായ ഉമർ ഖാദിയുടെ സംസ്കാരം, അങ്ങ് പോയാൽ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെയും രണ്ടാമന്റെയും സംസ്കാരം നമ്മുടെ ചരിത്രത്തിൽ നാം വായിക്കുമ്പോ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്റെ ഒപ്പം നടക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ചുണ്ണുകയും ചെയ്ത മതവിഷയങ്ങളിൽ അവഗാഹങ്ങളുടെ അങ്ങേയറ്റത്തെത്തിയിരുന്ന മഹാപണ്ഡിതന്മാരായിട്ട് കൂടി അവർക്കൊരിക്കലും അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ പോകേണ്ടി വന്നത്? അങ്ങനെ പോകേണ്ടി വന്നത് സ്വയം ചികിത്സക്ക് തയ്യാറായതിന്റെ പേരിലാണ്. സ്വയം ചികിത്സ വലിയ അബദ്ധമാണ്. ഒരു വലിയ പ്രഗത്ഭനായ ഡോക്ടറെ 500 രൂപക്ക് കൺസൾട്ടിംഗ് ഫീസ് കൊടുത്തിട്ട് കാണേണ്ടി വന്ന ഒരാൾക്ക്, ഗാസ്ട്രോ എൻഡോളജിസ്റ്റ് ആണ് ഡോക്ടർ. ഡോക്ടറോട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ഈ ഡോക്ടറിലാട്ടോ, ഡോക്ടറെ കണ്ടു, 500 രൂപ കൊടുത്തു. എനിക്ക് വയറിന് വലിയ വേദനയാന്ന് പറഞ്ഞു. ശരീരമാസകലം ശരീരശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്ന ഡോക്ടർ ചില സ്ഥലങ്ങളിൽ പ്രത്യേകം കൈവച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് 500 രൂപ കൺസൾട്ടിംഗ് ഫീസാണെങ്കിലും ഡോക്ടർ എഴുതിയ മരുന്നിന് ചെറിയ കാശേ ഉണ്ടായുള്ളൂ. ഡോക്ടർ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു. തിരിച്ചു നിന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇതിനു വേണ്ടി നീ 500 കൊടുക്കണ്ടായിരുന്നു, ഞാൻ ചെയ്തു തരാമായിരുന്നു എന്ന്. അയാളത് കേട്ടുപോന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഇയാൾ ഭയന്നിരുന്ന രോഗം അയാൾക്ക് വന്നു. അള്ളാഹു നമ്മളെ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കുമാറാകട്ടെ. അയാൾ നേരെ ഈ മെഡിക്കൽ ഷോപ്പുകാരൻ്റെ അടുക്കൽ ചെന്നു. അയാൾ കുറെ പാരസെറ്റമോൾ കൂടുതൽ കൊടുത്തു. പാരസെറ്റമോൾ കൂടുതൽ കൊടുത്താൽ ലിവർ മിക്കവാറും തകർന്നു പോകാൻ അത് മതിയാകും. കൂടുതൽ രോഗിയാണെങ്കിൽ കൂടുതൽ നേരം കൊണ്ട് സംഗതി കഴിയും. മിക്കവാറും ഒരാഴ്ച കൊണ്ട് അയാൾ ഖബറിലായി. നോക്കൂ നിങ്ങൾ, ഇവിടെ ആരാണ് പഴച്ചത്? ഇവിടെ ആരാ പഴച്ചത്? അവിടെ പഴച്ചത് ശരീരശാസ്ത്ര സംബന്ധിയായി മുഴുവനും പഠിച്ചൊരു ഡോക്ടർ. അയാൾ പറയുന്നതിനപ്പുറം തന്റെ കയ്യിൽ കിട്ടിയ കടലാസ് മാത്രം വായിക്കാൻ കിട്ടുന്ന മെഡിക്കൽ ഷോപ്പിന്റെ മുതലാളി പറയുന്നതിലേക്ക് പോയപ്പോഴാണ് ആ സ്വയം ചികിത്സ അപകടമായി മാറുന്നത്. അതുതന്നെയല്ല ഇസ്ലാമിനെയും കുറിച്ച് പറയേണ്ടത്. നിങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്ന ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടോ എന്ന്. നോട്ട് കൊടുക്കാത്ത ഒരേ ഒരുത്തൻ മാത്രമുണ്ട്. അപ്പോൾ ടീച്ചർ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, നീ നാളെ നോട്ട് കൊണ്ടുവരാതെ ഇങ്ങോട്ട് വന്നോളണം എന്ന്. നോട്ട് കൊണ്ടുവരാതെ വന്നോളണം എന്ന് നിങ്ങാനും അക്ഷരങ്ങളിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? ടീച്ചർ പറഞ്ഞു, നാളെയും നോട്ട് കൊണ്ടുവരാതെ വരാമെന്ന്. യജൂസു എന്ന് അതിന് പറയാം അല്ലെ, പക്ഷെ യഥാർത്ഥത്തിൽ ലാ യജൂസു ആണത് അല്ലെ.
എന്തേ അതിന്റെ കാരണം? അവിടെ ടീച്ചർ പറഞ്ഞ ആ ഒരു പ്രസ്താവനയെ കേവലം ആ പ്രസ്താവനയുടെ അക്ഷരക്കൂട്ടങ്ങളിൽ മാത്രമല്ല വായിക്കേണ്ടത്, മറിച്ച് ആ പ്രസ്താവനയെ വായിക്കേണ്ടത് ടീച്ചറുടെ മുഖഭാവങ്ങളിൽ, ടീച്ചർ പറഞ്ഞ സന്ദർഭങ്ങളിൽ, ടീച്ചർ ആ സമയത്തുണ്ടാക്കിയ ശരീര ഭാഷയിൽ ഇതെല്ലാം വായിക്കാൻ പറ്റും. അങ്ങനെ അവസാനം പറയേണ്ടത് അങ്ങനെ വന്നാൽ തക്ക ശിക്ഷ നൽകുമെന്നാണ് ടീച്ചർ പറഞ്ഞത് എന്ന് അർത്ഥമാറ്റം ഉണ്ടാക്കണം. അങ്ങനെ അർത്ഥമാറ്റം ഉണ്ടാക്കാൻ ഹദീസ് ആ അർത്ഥത്തിൽ പഠിക്കണം. അങ്ങനെ അർത്ഥമാറ്റം ഉണ്ടാക്കാൻ ആയത്തുകൾ ആ അർത്ഥത്തിൽ പഠിക്കണം. തന്റെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തഫ്സീറിൽ നിന്ന് വായിച്ചതോ ആയ കേവല വിവരങ്ങൾ കൊണ്ട് മാത്രം ഖുർആനിനെയും ഹദീസിനെയും സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് പുതിയ കുട്ടികൾക്ക് ആട്ടുമുട്ടനെ പോലെ താടി വെക്കാനും അവസാനം ആടുമേക്കാൻ ദമ്മാജിൽ പോകാനും കാരണമായത് എന്നതേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കുറെ എണ്ണം ഇങ്ങനെ ആട്ടുമുട്ടനെ പോലെ താടി വെച്ച്, ഞാൻ താടി വെച്ചതിന്റെ കുഴപ്പമല്ല പറഞ്ഞത്, വേറെ സൈസ് താടി ഇപ്പോ പുറത്തു വരുന്നുണ്ട്. ആ താടി ആട്ടുമുട്ടന്റെ താടിയായി മാറുന്നുണ്ട്. എന്തൊരു നമ്മൾ കാണും. നിങ്ങൾ ഒരു കാലത്ത് ജിന്നില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ ജിന്നിൽ കുടുങ്ങി അല്ലേ? ജിന്നില്ല എന്ന് പറയല്ല, ജിന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഇനി എങ്ങനെ അതിനെ മാറ്റാം? അതിന് ബുദ്ധിപരമായ ഒരു വലിയ വ്യാഖ്യാനം കൊടുത്തു. എങ്ങനെയാ വ്യാഖ്യാനം? ജിന്നെന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്, ഇൻസ് എന്ന് പറഞ്ഞാലോ സംസ്കാരമുള്ള മനുഷ്യരുമാണ്. തീർന്നില്ലേ കാര്യം? എന്തുകൊണ്ട്? കാഴ്ചക്കപ്പുറത്ത് നിൽക്കുന്ന ഒന്നിനെ സമ്മതിച്ചാൽ അത് ശാസ്ത്രസമ്മതിയാകില്ലെന്നായിരുന്നു ഈ സാധുക്കൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെന്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു. ടോയ്ലറ്റിൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയാണ് അതൊരു മനഃശാസ്ത്രകാരനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മനസ്സിലാകും. അവിടെ വളരെ മോശവും മാലിന്യവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് വളരെ മോശമായ ചില ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. എല്ലാ സ്ത്രീ പുരുഷ പൈശാചിക ബോധനങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഇവർ നൽകിയ മറ്റൊരു അർത്ഥം ഇതായിരുന്നു, എല്ലാ ആൺകൊതുകുകളിൽ നിന്നും പെൺകൊതുകുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ്. സത്യത്തിൽ പെൺകൊതുകുകൾ മാത്രമേ കടിക്കുള്ളൂ അല്ലേ? അതിന്റെ ഒരു ബയോളജി അതാണ്. കാരണം ആൺകൊതുകുകൾ മനുഷ്യന്റെ രക്തം കൂറ്റാൻ വേണ്ടി വരുന്നതല്ല, പെണ്ണുങ്ങളാണല്ലോ പലപ്പോഴും. അതുകൊണ്ട് പെൺകൊതുകുകളാണ് കടിക്കുക. പക്ഷെ ഈ പെണ്ണിനെയും ആണിനെയും എന്തിനാണ് മതത്തെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത്? അതിനു പകരം മതത്തെ അതിന്റെ അടിസ്ഥാന പാരമ്പര്യത്തിലൂടെ പഠിക്കട്ടെ. ഏത് മതത്തെയും അങ്ങനെ തന്നെ പഠിക്കണം. ഇന്ത്യയുടെ സനാതനമായ ധർമ്മങ്ങളെ പഠിക്കേണ്ടത് ഗോൾവാൾക്കറിന്റെയും നാഥുറാമിനായ ഗോഡ്സെയുടെയും അടുക്കൽ നിന്നല്ല. എല്ലാവരും പറയുന്നത് ഒന്നാണെന്ന് തോന്നിപ്പോകും, പക്ഷെ ഒന്നല്ല. രണ്ടാളും ജപിച്ച നാമം രാമനാണ്. പക്ഷേ രണ്ടാളും ജപിച്ച രാമൻ രണ്ടു വ്യത്യസ്ത രാമനാണ്. ഒരാൾ തന്റെ നാട്ടിലെ നീതി നടപ്പിലാക്കാനും തന്റെ നാട് സൗഹൃദങ്ങളില്ലാതെ കലാപഭൂമിയായി മാറുന്നതും കണ്ട് ആ ചോരച്ചാലുകൾക്കിടയിലൂടെ നടന്നുപോയ മനുഷ്യനാണ്. ഇന്നലെ ആ മഹാമനുഷ്യന്റെ ജയന്തി ആഘോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഗാന്ധിജി മാത്രമുണ്ടായിരുന്നില്ല ഈ ഡൽഹിയുടെ ആഹ്ലാദത്തിമർപ്പിൽ. ആ സമയത്ത് ഗാന്ധിജിയോട് ചോദിച്ചു പത്രപ്രവർത്തകർ, പ്രിയപ്പെട്ട ഗാന്ധി, എന്തേ അങ്ങ് അങ്ങോട്ട് പോകാതിരുന്നത്? ഗാന്ധിജി പറഞ്ഞു, പശ്ചിമ ബംഗാളിലെ നവഖാലി തെരുവിലൂടെ നടന്നിട്ട് എനിക്കിവിടെയാണ് എന്റെ ധർമ്മം നിർവഹിക്കേണ്ടത്. കാരണം ഇവിടെ മുസ്ലിമും ഹിന്ദുവും തമ്മിൽ അടിക്കുകയാണ്, ഇവിടെ ചോര വീഴുകയാണ്, ഞാൻ അങ്ങോട്ടല്ല പോകേണ്ടത് എന്ന് പറഞ്ഞ ഗാന്ധിജി തന്റെ നെഞ്ചിലേറ്റ വെടിയുണ്ടകൾ തന്റെ അവസാന ശ്വാസമെടുക്കുന്ന സമയത്തും രാമ 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 എന്ന് ജപിച്ചിട്ടാണ് ഈ ലോകം വിട്ടു പിരിയുന്നത്. അതേ ഗാന്ധിജിയുടെ നെഞ്ചകങ്ങളിലേക്ക് വെടിയുണ്ട ഉതിർത്ത നാഥുറാം വിനായക് ഗോഡ്സെയും വിളിച്ചത് രാമൻ എന്ന ശബ്ദം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഗുജറാത്തിലെ കലാപവേളയിൽ പാവപ്പെട്ട പെണ്ണിന്റെ ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിലെടുത്തതിനു ശേഷം ഹോമിക്കുമ്പോഴും പറഞ്ഞത് രാമജപമാണ്. പക്ഷേ ആ രണ്ടു രാമന്മാരെ നമ്മൾ എങ്ങനെ കാണണം? ഒരു ഭാഗത്ത് സ്നേഹത്തിന്റെ മൂർധന്യം മൂർത്തിമദ്ഭാവമായി നിൽക്കുന്ന രാമൻ, ആ രാമനെ പരിചയപ്പെടുത്തി തരുന്ന വാൽമീകി മഹാമുനി രാമന്റെ വഴി പറഞ്ഞു തരുന്നത് തന്നെയും ഒരു മനോഹരമായ തുടക്കത്തിൽ നിന്നാണ്. എവിടെയാണ് ആ രാമൻ? തമസയുടെ തീരങ്ങളിലൂടെ നടന്നു പോകുന്ന വാൽമീകി കാണുന്നത് ഒരു വേടൻ ഒരു പക്ഷിയെ അമ്പെയ്യുന്നതാണ്. ആ അമ്പെയ്തിടുന്ന പക്ഷി ആൺപക്ഷിയാണ്. അത് ചത്തുമലച്ചു കിടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന പ്രണയസ്വരൂപത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പെൺകിളി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് മാനുഷാദ പ്രതിഷ്ഠാം തമഗമശാശ്വതീ സമ യത് ക്രൗഞ്ചമിദുനാദ് ഏകം അവധീഹി കാമമോഹിതം എന്ന് തുടങ്ങിയത്. കാട്ടാള, നിനക്ക് സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ സ്വസ്ഥത അനുഭവിക്കാതെ പോകട്ടെ. എന്തുകൊണ്ടെന്നാൽ പ്രണയബദ്ധമായി ചുണ്ടുരുമ്മി നിന്നിരുന്ന
ഈ മിഥുനങ്ങളിൽ നിന്നൊന്നിനെ കൊന്നതിന്റെ പേരിൽ നീ ഒരിക്കലും ശാശ്വത സമാധാനം ഉണ്ടാകാത്തവനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് രാമന്റെ അയനം. അതാണ് രാമായണം. രാമായണം ഇന്ത്യയുടെ ചരിത്രത്തെ എമ്പാടും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എവിടെയും സമാധാനത്തെക്കുറിച്ചാണിത് പറഞ്ഞത്. ഓരോ ഉപനിഷത്തും തുറന്നു നോക്കിയാൽ ആദ്യം കാണുന്ന പാഠം ശാന്തി പാഠമാണ്. ആ ശാന്തി പാഠം തുടങ്ങുന്നത് എങ്ങനെ? ഓം സഹനോ അവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ദൈവമേ, ഞങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷമില്ലാത്ത വിധം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ പ്രകാശവത്താക്കാൻ, ഞങ്ങൾക്ക് ഒരുമിച്ചു നടക്കാൻ സാധ്യമാകുന്ന വിധം മാ വിദ്വേഷാവഹൈ, ഞങ്ങൾക്കിടയിൽ വിദ്വേഷമില്ലാതെ പോകണമേ എന്ന പ്രാർത്ഥനയാണ്. നോക്കൂ, ഇത് പറഞ്ഞു തരുന്ന ഹൈന്ദവ സംഹിതകളെ തങ്ങളുടെ തീവ്രമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വളരെ തീവ്രമായ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പറ്റം ആളുകൾ വളരുന്നു. അവർ പറയുന്നു, ഞങ്ങൾ പറയുന്നതേ തിന്നാവൂ, ഞങ്ങൾക്കിഷ്ടമുള്ളതേ തിന്നാവൂ, ഗോമാംസം സൂക്ഷിച്ചാൽ തല്ലിക്കൊല്ലും. ഇനി ഒരു പാവപ്പെട്ടവൻ ഗോവ്, അതായത് പശു ചത്തുകിടക്കുന്നത് കണ്ടിട്ട് അതിന്റെ തൊലിയുരിഞ്ഞാൽ തല്ലിക്കൊന്നിട്ടിങ്ങനെ തൂക്കിലേറ്റി നിർത്തുന്നത് പോലെ തൂക്കിലിടും എന്ന് പറയുന്ന പുതിയ ആർഷഭാരത സംസ്കാരാഭിമാനി ഇന്ന് ജീവിക്കുന്നു. അവനും ഇവനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അവനും ഇവനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞവനും ഇവനും. ഇന്ത്യയെ അറിഞ്ഞ ഏറ്റവും കൂടുതൽ അറിഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, യു വിൽ ബി അസ്റ്റോണിഷ്ഡ് if I tell you that according to the old ceremonials he is not a good Hindu who does not eat beef. പഴയ വേദസംഹിതകൾ പ്രകാരം ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. പഴയ വേദസംഹിതകൾ പ്രകാരം ഒരാൾ ബീഫ് കഴിക്കാത്തവനാണ് മോശ ഹിന്ദു, നല്ല ഹിന്ദു ബീഫ് കഴിച്ചിരുന്നു എന്നാണ്. നോക്കൂ, ആരാ ഇത് പറഞ്ഞത്? വിവേകാനന്ദൻ. വിവേകാനന്ദ സ്വാമിയുടെ ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദയിൽ ഇത് കാണാനാവും. ഞാൻ പറയുന്നത്, മതത്തെ ഇങ്ങനെ പാരമ്പര്യത്തിലൂടെ അറിയണം. നാരായണ ഗുരു പറഞ്ഞത് മനുഷ്യന് മനുഷ്യത്വം മതി എന്നല്ലേ? ജാതി വേണ്ടെന്ന് പറഞ്ഞതിന്റെ 100ാം വാർഷിക വിളംബരം നടത്തുമ്പോ മനുഷ്യാണാം മനുഷ്യത്വം ഹി ജാതി യഥാ ഗോത്തം ഗവാം തഥ, മനുഷ്യന് മനുഷ്യത്വം എന്ന ജാതി മതി, ഗോവിന് ഗോത്തം പോലെ എന്ന് പറഞ്ഞു നാരായണ ഗുരു. അപ്പോ ഈ സംഹിതകളെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഏത് അപകടവും ഉണ്ടാക്കാമെന്നതുപോലെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ സംഹിതകളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ചിലരും ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൽ ആഹ്ലാദകരമായ എന്തോ ഉള്ളതുപോലെ ഇസ്ലാം വലിയ ഭീതിതമായ മതമാകുന്നു എന്ന് പറയാൻ സാമ്രാജ്യത്വ ലോകത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും തീരുമാനിക്കുന്നു. രണ്ടുപേരും ഒന്നായി നിൽക്കുന്നു. ഒരു ഭാഗത്ത് ഇവരുടെ പണി കൃത്യമായി എടുക്കാൻ തീവ്രവാദികൾ തയ്യാറാകുന്നു. അതുകൊണ്ട് സാമ്രാജ്യ രാഷ്ട്രീയം ലോകത്താകെ വിളംബരം ചെയ്യുന്നു, തീവ്രവാദമാണ് ഇസ്ലാം. തലയെക്കെട്ട് കെട്ടിയാൽ, താടി വച്ചാൽ, നല്ല ഇസ്ലാമിക വേഷം ധരിച്ചാൽ, പർദ്ദയിട്ടാൽ സൂക്ഷിച്ചു നടക്കണേ, അവളെ കാണുമ്പോൾ പേടിക്കണേ എന്ന് പറയുന്ന ഒരു തരം സന്ദേശം ലോകത്താകെ പരക്കുന്നു. ഏതായി ഇസ്ലാം? മനോഹരമായി എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനിപ്പിക്കാൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ 10,000-ഓളം വരുന്ന അനുയായികളുമായുള്ള ആ ജൈത്രയാത്രയിൽ ഒരു പ്രഗത്ഭനായ യൂറോപ്യൻ ചരിത്രകാരൻ തന്നെ എഴുതുന്നത് കാണാം. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ പ്രാന്തങ്ങളിൽ ഒരു നായ അതിന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് കണ്ടപ്പോ ഈ 10,000 സംഘങ്ങളെയും ഒരുമിച്ച് നിർത്തി അതിലൊരു സഹാബിയെ പിടിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ആ നായക്ക് കൂട്ടിരിക്കണം, ഈ 10,000 സംഘാംഗങ്ങളും പോയി തീരുന്നതുവരെ എന്ന് മുഹമ്മദ് നബി. ഇപ്പൊ നായനെ കൊല്ലണോ വേണ്ടെന്നാണ് ആലോചന. പക്ഷേ അന്ന് ആ നായക്ക് കൂട്ടിരുന്നു സയ്യിദുനാ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി. എന്തിനായിരുന്നുവെന്നോ, ആ നായക്കുഞ്ഞുങ്ങൾ അവയേതെങ്കിലും ഒന്ന് ഈ കുതിരകളുടെ കുളമ്പടികളിൽ ചവിട്ടി മെതിയപ്പെട്ടാൽ അതിന്റെ ഉത്തരം ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ പറയണമെന്ന ബോധമുണ്ടായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നായയോടും അങ്ങനെ ചെയ്യാൻ പാടില്ല. നായയെ കൊല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നായ ഉപദ്രവിക്കുമ്പോഴാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. നല്ല ഈ രോഗം വന്നിങ്ങനെ ശരീരമാകെ പൊട്ടിപ്പൊളിഞ്ഞ നായകളെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അതിന്റെ രോഗത്തിന് ചികിത്സ നടത്തി അത് നന്നാവുമ്പോ വിടുമായിരുന്നു. സൂഫിയാക്കളുടെ പണിയാണ്.
സൂഫിയാക്കൾ സ്നേഹം പറഞ്ഞു തന്നവരാണ്. കേരളത്തിലെ ഇസ്ലാം സൂഫി ഇസ്ലാമാണ്. ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്നേഹം വിളമ്പിയ സൂഫിയുടെ ഇസ്ലാമിക പാരമ്പര്യമാണ് ഇന്ത്യയിലെ ഇസ്ലാം. My association to the noblest Musliman has taught to me that Islam has been spread not with sword but with the prayerful love of unbroken series of fakirs and sufis. സൂഫികളുടെയും ഫക്കീറുന്മാരുടെയും നിരന്തരമായ സ്നേഹധന്യമായ പരമ്പരയിലൂടെയാണ് ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിച്ചത്. മുഈനുദ്ദീൻ ചിസ്തിയിൽ ജമീലിയിലൂടെ, ബാബ ഫരീദുദ്ദീൻ സഖർഗഞ്ചിലൂടെ, മഹാനായ നിസാമുദ്ദീൻ ഔലിയയിലൂടെ, മഹാനായ മമ്പുറം തങ്ങളിലൂടെ, ഇങ്ങ് പോന്നാൽ നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ഇടമുറിയാത്ത ചങ്ങല പോലെ കിടക്കുന്ന അഭ്യന്തരായ ഔലിയാക്കളുടെ പരമ്പരയിലൂടെ, അവിടെയാണ് ഇസ്ലാം. അവിടെ നിന്നാണ് ഇസ്ലാം വന്നത്. ബാബ ഫരീദുദ്ദീൻ സഖർഗഞ്ച് ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ചെന്നു. ഗ്രാമവാസികൾ കൊണ്ടുപോയി കൊടുത്തത് ഒരു കത്രികയാണ്. ആ കത്രിക കണ്ടപ്പോൾ ബാബ ഫരീദ് പറഞ്ഞു, എനിക്ക് വേണ്ടത് കത്രികയല്ലായിരുന്നു, നിങ്ങൾ ഒരു സൂചി കൊണ്ടുവരുമായിരുന്നുവെങ്കിൽ എനിക്കതാണ് ഇഷ്ടം. ബാബ ഫരീദിനോട് അതിശയത്തോടെ ഈ ഗ്രാമവാസികൾ ചോദിച്ചു, ഞങ്ങളുടെ കുലത്തൊഴിലാണ്, ആ കുലത്തൊഴിലിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലക്കാണ് നിങ്ങൾക്ക് ഇത് സമ്മാനിച്ചത്. അപ്പോൾ ബാബ ഫരീദ് പറഞ്ഞു, ശരിയാണ്, പക്ഷേ കത്രിക കഷ്ണിക്കാനുള്ളതാണ്, മുറിക്കാനുള്ളതാണ്. എന്റെ പണി മുറിച്ചത് തുന്നലാണ്. അതാണ് സൂഫി. എന്റെ പണി മുറിച്ചത് തുന്നലാണ്. അതായത് വിഭജനങ്ങളല്ല ഇസ്ലാമിന്റെ പണി, മറിച്ച് ഇന്ത്യയിൽ ഇസ്ലാം ചെയ്തത് വിഭജനങ്ങളെ തുന്നിച്ചേർക്കാൻ സാധ്യമാകുന്ന കൂട്ടിച്ചേർക്കലുകളാണ്. ആ കൂട്ടിച്ചേർക്കലുകളാണ് നിരന്തരമായി കേരളത്തിലെ മുസ്ലിം ജീവിതത്തിന്റെ പരമ്പരയിലൂടെ കടന്നു വന്നിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരാകട്ടെ, മഹാന്മാരായ സയ്യിദുമാരാകട്ടെ, അവരും ചെയ്തത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തളി ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള മതില് ശരിയാക്കണമെന്ന് പറഞ്ഞ് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന കേളപ്പജിയുടെ അടുക്കൽ ചെല്ലുന്നു. എന്നിട്ട് ആ കൈ പിടിച്ച് ഉയർത്തിപ്പിടിച്ചിട്ട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട കേളപ്പജി, അങ്ങിതിനായി സത്യാഗ്രഹം അനുഷ്ഠിക്കേണ്ടതില്ല, ഞാൻ എന്റെ ചെലവ് കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ മതിൽ ശരിയാക്കാം എന്ന്. ആ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന കേരള മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്റെ അപരനാമധേയമായ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളിലൂടെയാണ്. ക്ഷേത്രമുറ്റങ്ങളിൽ ശ്രീകോവിൽ കത്തിയെന്നറിയുമ്പോ ജീവിതത്തിന്റെ മുഴുവൻ പ്രാരാബ്ദങ്ങളെയും മാറ്റിവെച്ച് ഓടിച്ചെല്ലാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാണിച്ച നന്മയെ, പൂന്തുറ കലാപവേളയെക്കുറിച്ച് തങ്ങൾ തന്നെ പറഞ്ഞു, ഞാനന്ന് ഡൽഹിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി പൂന്തുറയുടെ ആ കടലോര പ്രദേശത്തോടെ നടന്നു പോകുമ്പോ എന്റെ പിന്നിൽ ഒരു പെണ്ണ് വന്ന് ഓടി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, തങ്ങളെ വലകൾ കത്തുന്നുണ്ട്, അങ്ങയുടെ കാലിൽ പൊള്ളലേൽക്കരുത് എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ക്രൈസ്തവ സഹോദരിയാണ്. മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുണ്ടാകുന്ന വലിയ ഏറ്റുമുട്ടലുകളിൽ ഭീതിതമായി നിൽക്കുന്ന പൂന്തുറയുടെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊന്ന് നടന്നു പോകുമ്പോഴേക്കും അതൊരു ശാന്തിയുടെ വിദ്യുത് പ്രവാഹമായി ആ ഭാഗത്തെ മുഴുവൻ മുസ്ലിം അമുസ്ലിം കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു എന്ന് കേൾക്കുമ്പോഴാണ് അത്തരമൊരു ജീവിതത്തിന്റെ പാരമ്പര്യത്തെ അഭിമാനത്തോടെ നെഞ്ചിലേറ്റിയവന്റെ പേരാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ, SKSSF. അവന്റെ പേരാണ്, അവന്റെ നാമധേയമാണ്. ഈ പഞ്ചാക്ഷരി മഹാന്മാരായ പാണക്കാട്ട കുടുംബത്തെ നെഞ്ചിൽ ചേർത്തു പിടിച്ചു. മഹാന്മാരായ ഉലമാക്കളുടെ ആശീർവാദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിർദ്ദേശത്തിന്റെയുള്ള തണലിലൂടെ നടക്കുമ്പോ കേരളീയ മുസ്ലിം വിദ്യാർത്ഥി സമൂഹത്തെ നന്മയുടെ വഴിയിലൂടെ തന്നെ ചരിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിന്റെ വഴിയിലാണ് ഇപ്പോൾ സഹചാരി സെന്റർ വന്നത്. ഇൻഷാ അല്ലാ ഇനിയും പലതും വരാനിരിക്കുന്നത്. അള്ളാഹു ഈ ധന്യ പ്രസ്ഥാനത്തിന് അതിനാവശ്യമാകുന്ന കരുത്തുള്ള ഭാവനകൾ, അതിനാവശ്യമായ നേതൃശേഷികൾ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെ ഒരുക്കിയ മനോഹരമായ വിരുന്നിന് അതിനെല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.